മുഖ്യമന്ത്രി പച്ചക്കള്ളമാണ് പറഞ്ഞിരുന്നതെന്ന് ഞങ്ങൾ തെളിയിച്ചു. അദ്ദേഹം ആദ്യം പറഞ്ഞത് പൌരത്വ ഭേദഗതി നിയമം പാർലമെന്റിൽ വന്നപ്പോൾ ലോക്സഭയിൽ കോൺഗ്രസ് എംപിമാരെല്ലാവരും ഉണ്ടായിരുന്നില്ല, അവര് കോൺഗ്രസ് പ്രസിഡന്റിന്റെ കൂടെ ഊണ് കഴിക്കാൻ പോയെന്നാണ്. ഞങ്ങൾ അതിൽ ചർച്ചയിൽ പങ്കെടുത്തവരുടെ മുഴുവൻ പേരുവിവരങ്ങളും അവരുടെ പ്രസംഗങ്ങളും ഞങ്ങൾ പുറത്തിറക്കി. പിന്നെ അദ്ദേഹം രണ്ടാമത് പറഞ്ഞത് രാഹുൽ ഗാന്ധി ആ സമയത്ത് ലോക്സഭയിലേക്ക് തിരിഞ്ഞു നോക്കിയില്ല എന്നാണ്. അപ്പോൾ ഞങ്ങൾ അതിന് പകരമായി രണ്ടാമത് രാഹുൽ ഗാന്ധി അടക്കമുള്ള കേരളത്തിലെ UDF എംപിമാർ അതിൽ പങ്കെടുത്ത് പൌരത്വ നിയമത്തിനെതിരായി വോട്ട് രേഖപ്പെടുത്തിയത് ലോക്സഭയിൽ ഞങ്ങൾ തെളിവുകൾ സഹിതം പുറത്തു കൊണ്ടുവന്നു. അപ്പൊ മുഖ്യമന്ത്രി ചോദിച്ച 7 ചോദ്യത്തിലും 24 മണിക്കൂറിനകം പ്രതിപക്ഷം മറുപടി പറഞ്ഞു. പക്ഷെ കുറെ നാളായി ഞങ്ങൾ കുറെ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്, അതിനൊന്നും മുഖ്യമന്ത്രി ഇതുവരെ മറുപടി പറയുന്നില്ല. ഇപ്പൊ മാസപ്പടി വിവാദവുമായി ഞാൻ 5 ചോദ്യം ചോദിച്ചു. മൗനത്തിന്റെ മാളങ്ങളിലാണ് മുഖ്യമന്ത്രി പോയി ഒളിച്ചത്. ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. മാത്രമല്ല 2 സ്റ്റാറ്റ്യൂട്ടറി അതോറിറ്റി കണ്ടെത്തിയ ഫൈൻഡിംഗ് ഉണ്ട്. അതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്നത് ഗുരുതരമായ തരത്തിൽ നിയമവിരുദ്ധമായ പണമിടപാട് നടന്നു എന്നുള്ളതാണ്. അപ്പോൾ ഈ എക്സാലോജി കമ്പനിക്ക് സംഭാവനകൾ നൽകിയതും പണം കൊടുത്തതും ആരൊക്കെയാണ്? CMRL അല്ലാതെ, CMRL നേരത്തെ ഉണ്ട് കേസ്, CMRL അല്ലാതെ നിരവധി കമ്പനികൾ ഈ എക്സാലോജി കമ്പനിക്ക് പണം കൊടുത്തെന്ന് പറയുന്നു. അപ്പൊ നമ്മളെല്ലാവരും ചേർന്ന് ഇലക്ട്രൽ ബോണ്ടിനെതിരായി അതിശക്തമായ പ്രതിഷേധം പ്രകടിപ്പിക്കുക. എന്താ ഇലക്ട്രൽ ബോണ്ടിന്റെ പ്രശ്നം? BJP അവരുടെ ഏജൻസികളെ ഉപയോഗിച്ച് CBI, ED തുടങ്ങിയ ഏജൻസികളെ ഉപയോഗിച്ച് റെയ്ഡുകൾ നടത്തുകയും കേസെടുക്കുകയും ചെയ്യുകയും ആ കമ്പനികൾ ഈ കേസ് സെറ്റിൽ ചെയ്യുന്നതിന് വേണ്ടി കോടാനുകോടി രൂപ BJPക്ക് ഇലക്ട്രൽ ബോണ്ടായി സംഭാവന ചെയ്തു എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങൾ ചോദിച്ച ചോദ്യം സമാനമായൊരു ചോദ്യമാണ്. ഇലക്ട്രൽ ബോണ്ടിന്റെ സമാനമായ ചോദ്യം. എക്സാലോജി കമ്പനിക്ക് സാമ്പത്തിക സഹായം ചെയ്ത കമ്പനികൾക്കെല്ലാം ഏതെല്ലാം തരത്തിലാണ് ഈ സംസ്ഥാന ഗവൺമെന്റ് ഉപകാരം ചെയ്തിരിക്കുന്നത്? ടാക്സ് വെട്ടിപ്പുകാർക്ക് ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ചെയ്തു കൊടുത്ത ഫേവറുകൾ, ഉപകാരത്തിന്റെ മറവിലാണ് എക്സാലോജി കമ്പനിക്ക് നിരവധിയായ കമ്പനികൾ സാമ്പത്തിക സഹായം ചെയ്തിരിക്കുന്നത്. അപ്പൊ ഇലക്ട്രൽ ബോണ്ടിന്റെ തോതിലുള്ള തുക ഇവിടെ ഇല്ലെങ്കിലും ഇലക്ട്രൽ ബോണ്ടിൽ ഉണ്ടായിരിക്കുന്ന അഴിമതിയുടെ യഥാർത്ഥ കാതൽ ഇവിടെ മാസപ്പടി വിവാദത്തിൽ നടന്ന നിയമവിരുദ്ധമായ പണമിടപാടുകളുടെ പുറകിലും ഉണ്ട്. അതിന് ചോദ്യം ചെയ്താൽ മുഖ്യമന്ത്രി മറുപടി പറയില്ല. AI ക്യാമറയെക്കുറിച്ചും ഫോണിനെ കുറിച്ചും ചോദ്യം ചോദിച്ചാൽ മുഖ്യമന്ത്രി യാതൊരു മറുപടിയും പറയില്ല. ഇനിയെങ്കിലും മാസപ്പടി വിവാദത്തെക്കുറിച്ച് ഞാൻ ചോദിച്ച 5 ചോദ്യങ്ങൾ, പ്രതിപക്ഷത്തിന് വേണ്ടിയിട്ടാണ് ചോദിച്ചത്, 5 ചോദ്യങ്ങൾക്ക് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഉത്തരം പറയാൻ തയ്യാറാകണം എന്നാണ് ഞങ്ങളുടെ അഭ്യർത്ഥന. ഞങ്ങൾ ചോദിച്ച ചോദ്യത്തിന് കൃത്യമായ തെളിവുകളോടെ ഞങ്ങൾ മറുപടി പറഞ്ഞു.